ഹലോ അസ്സാമലൈക്കും. ഇന്ന് രാവിലെ തന്നെ മൂവാറ്റുപുഴയിൽ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കണേന്ന് കേട്ടോ. വെക്കേഷൻ തീരാറായപ്പോഴാട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ 2 ദിവസം പോയി നിൽക്കാമെന്ന് കരുതി. വഴിയിൽ ചെന്നപ്പോഴത്തേക്കും കരിക്ക് വിൽക്കുന്ന ഒരു ചേട്ടൻ്റെ വീട് കണ്ടപ്പോൾ 2 പേർക്കും കരിക്ക് വേണം. സനമോൾക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടോ. സേയാൻകുട്ടനാണെങ്കിൽ വലിയ കരിക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു സ്റ്റൂളിൽ കയറി ഇരിക്കുന്നതാണ്. എന്തായാലും അവനേക്കാൾ വലിയ കരിക്ക് തന്നെ അവനക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കരിക്ക് കൈ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇതൊന്ന് പിടിച്ചേന്ന് എന്നോട് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാനതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തപ്പം കരിക്കിനും കെട്ടിപ്പിടിച്ചിരുന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ ഞാനും കരിക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ചേട്ടൻ കരിക്കിൻ്റെ കാമ്പ് 2 പേർക്കും കൂടെ വെട്ടി കൊടുത്തു കേട്ടോ. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് എരിപ്പായി. പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വിട്ടു കേട്ടോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വാപ്ച്ചിയുടെ ഉമ്മച്ചിയുടെ എക്സ്പ്രഷനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വാപ്ച്ചിയുടെ കാലൊന്ന് മുറിഞ്ഞ് നന്നായിട്ട് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഉമ്മച്ചിയാണെങ്കിൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. സയ്യാനാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വാപ്ച്ചിയുടെ ഫോൺ കൈക്കലാക്കി. ഞാൻ ചെല്ലുമ്പോൾ മുളക് തിരുമ്മിയാൽ മതി എന്നും പറഞ്ഞ് ചെമ്മീൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ തട്ടിക്കൂട്ട് പണിയായിട്ട് ഞാനും അവിടെ കൂടി. അപ്പോഴത്തേക്കും ഉമ്മച്ചി ക്യാബേജ് വെളുത്തി. നേരത്തെ തന്നെ ചെമ്മീൻ വറുത്തരച്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചെമ്മീനും പൊരിച്ച് പിള്ളേർ നേരത്തെ തന്നെ ചോറിയിട്ട് തുടങ്ങി കേട്ടോ. അവരുടെ ഫേവറേറ്റാണ് ചെമ്മീൻ പൊരിച്ചത്. ഞാനാണെങ്കിൽ ചെമ്മീൻ ഇത്രത്താക്കല്ല കൂടുതൽ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് കണക്കും പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഞാനും ഒട്ടും വൈകിയില്ല. ഉമ്മച്ചിയുടെ സ്പെഷ്യൽ കറികളെല്ലാം കൂട്ടി ഞാനും ചോറ് കഴിച്ചു കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഇവിടെ തകർത്ത് മഴ പെയ്യുകയാണ് കേട്ടോ. വാപ്ച്ചി മഴ ഒന്ന് കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി തട്ടുകടയിൽ നിന്ന് നെയ്ച്ചോറും ചിക്കനും മേടിച്ചു വന്നു. അതുകൊണ്ട് രാത്രിയിലെ സ്പെഷ്യൽ അതായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാം ഇരുന്ന് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ബായ്.